Good morning, Bangalore! So guys, നമ്മളെത്തി ബാംഗ്ലൂർ. വെൽക്കം ബാംഗ്ലൂർ. ഗുരുവായി മൊത്തം നമ്മളെ പെട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തിയപ്പോഴത്തേക്ക് അച്ഛൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേരും കൂടെ നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. റൂം തുറക്ക മേടിച്ച് മറിഞ്ഞു നോക്കുമ്പോഴേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ ഹോട്ടലിലോട്ട് പോയപ്പോഴാണ് നമ്മളത് ഈ കരിമ്പിൻ ജ്യൂസ് കാണുന്നത്. പിന്നെ അവിടെ കയറി ഒരു ജ്യൂസ് കുടിച്ച് നേരെ റൂമിൽ പോയി. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയാണേ. ഞാൻ കുറച്ചേരം ഉറങ്ങിപ്പോയി. നമ്മളെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. താഴെ വന്നു. നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് വരാം. ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തില്ല. ഞാൻ ബിരിയാണി വാങ്ങിച്ച്, പിന്നെ അച്ഛന് ഊണ് മതി എന്ന് പറഞ്ഞു. സോ ഇവിടുത്തെ ഒരു കേരള ഹോട്ടലിൽ നിന്ന് ഊണും, പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ, അത് ഏതാന്ന് ഓർമ്മയില്ല, എന്തോ ഒരു സ്പെഷ്യലാണ് ഞാൻ വാങ്ങിയത്. തീർത്തു. ഇത് കഴിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. തിന്നാനല്ലേ തന്നത്. ഗൈസ്, നമ്മളിപ്പോ ഇവിടുത്തെ ഒരു സ്ട്രീറ്റിൽ പോവാം. ഇവിടെ ഫുള്ള് മറ്റേ പൂവ് വിൽക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ. ആ കല്യാണം തൊപ്പി മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഗൈസ്, നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ വന്നു. ഞാനിത് ഓർമ്മ എടുത്തു ഗൈസ്. മാച്ചിങ് I like this. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഷോപ്പിൽ ഇതേപോലെ കുറേ ലോക്കറ്റ്സ് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ചെയിൻ ആക്കിയിട്ട്, അല്ല ബ്രേസ്ലെറ്റ് ആക്കിയിട്ട് കൈ തരും. അങ്ങനെ ഞാൻ കുറച്ചെടുത്ത് കൊടുത്തു കേട്ടോ. ഞാൻ അതിനകത്തുനിന്ന് കുറേ നേരം സെലക്ട് ചെയ്തിട്ടാണ് ഒരു 3 എണ്ണം എടുത്ത് കൊടുത്തു. അങ്ങനെ ഞാൻ ആ ഒരു ബ്രേസ്ലെറ്റ് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയത് ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെയ്ത് കണ്ടപ്പോൾ അമ്മയ്ക്കും ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്കും വേണമെന്ന്. അങ്ങനെ അമ്മ 2 തവണ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 2 കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് ഒരെണ്ണം ചെയ്ത് കൊടുത്തു കേട്ടോ. ഫോട്ടോ ബൂത്തിൽ കയറി
അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതാ അടുത്ത സാധനം കാണുന്നത്. അതിൻ്റെ തൊട്ടാ ഷോപ്പിനോട് ചേർന്ന് തന്നെ ഒരു ഫോട്ടോ ബൂത്ത് ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അതിനകത്ത് കയറിയിട്ട് എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് വേണ്ടത്, ഏത് കളറാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, കളർ വേണോ, എത്ര പ്രിൻറ്റ് വേണം, അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ടൈമർ വരും കേട്ടോ. അങ്ങനെ ആ ടൈമർ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഫോട്ടോ അവിടെ ക്ലിക്കാവും. അങ്ങനെ നമുക്ക് 3 പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ 3 പോസൊക്കെ ചെയ്തു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളെടുത്ത ഫോട്ടോ പിന്നെ കുറേ നല്ല ഡ്രസ്സുകൾ കണ്ടു. അതൊക്കെ ഒടുക്കത്തെ റേറ്റ് ആയിരുന്നു, നമ്മൾ അതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, രസമുണ്ട് ഇതുവഴി നടക്കാനായിട്ട്. കുട്ടി കുട്ടി ക്യൂട്ട് സാധനങ്ങളാണ് ഇവിടെ എല്ലാം വിൽക്കുന്നത്. ഈ കണ്ണാടി എങ്ങനെയുണ്ട്? ഞാൻ വാങ്ങിയതാ 200 രൂപ. ഷൂ ഊരി എടുത്ത് അമ്മ. ഗൈസ് നോക്കേ, എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇവിടെ. സോ നമ്മൾ ചർച്ച് സ്ട്രീറ്റ് ഫുള്ള് കറങ്ങി നമുക്ക് കണ്ടു ഗൈസ്. കാല് കഴിക്കുന്നു, കുറേ നടക്കാനുണ്ടായിരുന്നു. ബട്ട് വർത്ത് ഇറ്റ്, കൊള്ളായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ചർച്ച് സ്ട്രീറ്റ് മാത്രം വന്നിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നമ്മളവിടെ പോയിട്ടുണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. നമ്മൾ ഊബർ വെയിറ്റ് ചെയ്യുക നേരെ നമ്മളെ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ ഇത്. 200 ഓൺലി കണ്ടോ. ഈ ജംപ് സ്കേർട്ടിന് 200 മാത്രമേ ആയുള്ളൂ. ഇതിൻ്റെ അകത്തിട്ടേക്കുന്നതിന് 50 രൂപ. ഞാൻ ഈ റിങ് മേടിച്ചു 70 റുപ്പീസ്. കൊള്ളാമോ? ബാക്ക് ടു ഹോട്ടൽ. നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോവാണ് ഗൈസ്. ഇതാട്ടോ നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ, ടൗൺ ഹൗസ്. ഹോട്ടലിന്റെ മേളില് റെസ്റ്റോറന്റ് ഉണ്ട്. സിറ്റി തന്നെയാണ് നമ്മൾ. നല്ല വെതർ കേട്ടോ, നല്ല തണുപ്പ്, കറുത്ത കാറ്റ്. അച്ഛൻ പറഞ്ഞ ചോറും കറിയും അതൊന്നും ഇവിടെ ചോറിനും ഇതൊക്കെ കിട്ടും. പണ്ടൊക്കെ ചിക്കൻ കബാബ്, ചിക്കൻ കബാബ്. ചായ കുടിക്കാമോ രാവിലെ? വേറെ പട്ടി വരുന്നു. അത് വീഡിയോ സോ നമ്മൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫുഡ് കഴിക്കാൻ വന്നത്. കാണാവോ എന്തോന്ന് എനിക്കും അറിയത്തില്ല. എന്തോ ഒരു സാധനം ഇഡലി, ഇടിയപ്പത്തിന് കണക്കിരിക്കുന്നു.
എങ്ങനെ കഴിയും? Avocado shake. നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടക്കുവാണ് ഗൈസ്. നമ്മളെ ഫുഡ് വന്നു ഗൈസ്. ഞാൻ ഫുഡ് വാങ്ങിക്കാൻ പോവാണ്. തിന്നാ ഉറങ്ങ ഇത് എന്നോട് അവരുടെ നടക്കുന്നത്. പോയിട്ട് വരാം. ഇതിനകത്തുണ്ടോ മാവേ? ഓ ക്യാനോ മഹാരാജ എന്തൊരു പാത്രേ. നമ്മൾ ഷോപ്പിംഗ് നമ്മൾ ലെൻസ് കാട്ടി വന്നു പോയി. ഞാനിവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കായിരുന്നു, മിറർ സെൽഫി. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തൊരു ഭയങ്കര വൃത്തിയായിട്ടുണ്ട്. ചേച്ചിയാണോ കൊച്ചാണോ? എന്നെ കണ്ടിട്ട് യു ലുക്ക് സോ പ്രിറ്റി എന്ന് പറഞ്ഞു ഗൈസ്. ഓ എന്തോ ഒരു സന്തോഷം. ഞാൻ മെൻസ് സെക്ഷനിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് ഗൈസ്. കൊള്ളാം ഇതില്ലേ. എന്റെ ചേട്ടൻ എടുക്കുവാണ്. എന്നാലും ആ പറഞ്ഞ കൊച്ച് മേഡ് മൈ ഡേ. ഇവിടെ എല്ലാം ഷോപ്സ് ആണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇതുവഴി നടക്കാം. നമ്മളെയല്ല 158. ടയർഡായി ഗൈസ് നടന്ന്. സോ ഒരു ജ്യൂസ് കുടിക്കാന്ന് കരുതി. പരിപാടി ഷോപ്പിംഗ് കഴിഞ്ഞു.
സോ നമ്മൾ 11 മണിക്ക് ബസ് വരും. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങി റൂമിൽ ചെന്ന് വെക്കേറ്റ് ചെയ്യണം. ഡ്രസ്സൊക്കെ കുറച്ച് എടുത്തു വെക്കാനുണ്ട്. നമ്മൾ ബാംഗ്ലൂർ വിടാൻ പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ഈ ഹോട്ടലിലെ ലാസ്റ്റ് സപ്പറിന് പോവാം. അവരല്ല, നമ്മൾ റൂഫ് ടോപ്പില് ഫുഡ് കഴിക്കാൻ പോകും ഗൈസ്. ഇച്ചിരി ആഡംബരമല്ലേ അറ്റ. എന്തുള്ള ഫുഡ് കഴിക്കാൻ കളറ് കൊള്ളാമില്ലേ? ഇപ്പൊ സുടിയൊന്ന് മേടിച്ചാ ഗൈസ്. നമ്മൾ പെൻ സെക്ഷനിൽ നിന്ന് മേടിച്ചതാ. നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്ത സാധനം തന്നെ ഓർഡർ ചെയ്ത് വീണ്ടും. ഇന്നലെ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈഡ് റൈസ്, ചിക്കൻ കബാബ് എടുത്ത് കഴിച്ചു. വീഡിയോ ഓണാക്കാതെ എത്രയും നേരം എടുത്തുകൊണ്ടിരുന്നത് ഞാൻ. എരിയുണ്ടോ? ഒട്ടും കിട്ടില്ല. ഞാൻ ഇച്ചിരി നിങ്ങൾ ഒട്ടും വേണ്ടെന്നാണ് പറഞ്ഞത്. ഗായ്സ്, എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ എൻ്റെ കയ്യിരിക്കുന്നത്. ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നത് കഴിക്കണം. കോർണർ ഹൗസിലെ ഡെത്ത് ബൈ ചോക്ലേറ്റ് ഐസ്ക്രീം. ഓ മൈ ഗോഡ്. ഇതേ എൻ്റെ ഫേവറേറ്റ് യൂട്യൂബ് ചാനലുണ്ട്, നിഹാൽ പിള്ളയുടെയൊക്കെ, പ്രിയ മോഹൻ്റെ OHF ഫാമിലി. അപ്പം നിഹാൽ പിള്ള എപ്പോഴും തിരിച്ചേട്ടൻ എപ്പോഴും കഴിച്ച് കൊതിപ്പിക്കുന്നൊരു സാധനം. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിയുന്നത്. ബാംഗ്ലൂർ കോർണർ ഹൗസ് എത്ര വർഷം പഴക്കമുള്ള എല്ലാവർക്കും അറിയായിരിക്കും. സോ ഫൈനലി കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇത് മേടിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പറ്റിയില്ല. അവിടെ പോയി കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അതും പറ്റിയില്ല. അപ്പോൾ നമുക്ക് കഴിക്കാം. അടിപൊളി. ഹലോ ഇവിടെ വാടി. ഇല്ലി ബന്നി, come on, come here, cutie. ദേ ബാ. അതോ പോയി. അപ്പോൾ നമ്മൾ ബൈ ബൈ, സീ യു, ടാറ്റാ. ഗൈസ്, നമ്മൾ ഊബറിന് വെയിറ്റ് ചെയ്യുക വണ്ടി ബസ്സിൻ്റെ അടുത്തോട്ട് പോകാൻ. നല്ല തണുപ്പ്, ഇതിട്ടിട്ട് പോലും കിടുന്നു. ഇവിടാണ് ഗൈസ് വണ്ടി വരുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ വന്നു. സോ ഗൈസ്, ഒടുക്കത്തെ തണുപ്പ്, കാറ്റ് വീശുമ്പോൾ കിടുങ്ങുക. നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ബസ് കയറി ഇവിടെ എത്തിക്ക്. എൻ്റെ വ്ലോഗിങ്ങിന് ആക്ഷേപിക്കുന്നു ഗൈസ്. എൻ്റെ അമ്മ
അവരെൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാനൊരു മൂവി കാണാമെന്ന് വിചാരിക്കുക. മറ്റേ സർവമായ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് OTT ഇറങ്ങിയല്ലോ ഹോട്ട്സ്റ്റാറിൽ. ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇന്ന് കണ്ട് തീർക്കാം എന്ന് വിചാരിക്കുക. അതും കണ്ടിടന്ന് ഉറങ്ങാം. നല്ല ഉറക്കശീലം എനിക്ക്. സോ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാംഗ്ലൂർ വിശേഷം എല്ലാം തീർന്നു. ഇനി നമുക്ക് ചിക്കമംഗ്ലൂർ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കുറേ വിശേഷങ്ങൾ വരുന്നുണ്ട്. സോ എല്ലാവരും കാണണം. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് അറിയത്തില്ല. എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത് ചിലപ്പോൾ സൗണ്ട് കാണത്തില്ല. കാരണം ഞാൻ പൊതുവെ പബ്ലിക്കിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ചമ്മലാണ്. അതുകൊണ്ട് സൗണ്ട് കുറച്ച് ഞാൻ പറയുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും വെച്ച് സൗണ്ട് കൂട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്.